today's class we are going to see some basic rules of differentiation. Basic rules. നിങ്ങൾ already പഠിച്ചിട്ടുണ്ടാകും plus 2ലൊക്കെ. So here we are trying to prove some of those rules. Okay. So the first one is derivative of a constant function. നമുക്കറിയാം if c is a constant then d by dx of c is 0 അല്ലേ? Now let's prove it using our definition of limit. Definition of derivative in terms of limit. Okay. So we know that f dash of x or derivative, or it is also same as dy by dx. So it is given as limit h tends to 0 f of x plus h minus f of x divided by h. അല്ലേ? അപ്പോൾ ഇവിടെ we have f of x is c. So substituting that you will get f dash of x is equal to limit h tends to 0. See ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? എക്സിന് ഏത് വാല്യൂ വന്നാലും നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ് വന്നാലും കോൺസ്റ്റൻ്റ് ആണ്, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് വന്നാലും കോൺസ്റ്റൻ്റ് ആണ്. ഫംഗ്ഷൻ ഇസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എക്സ് ഇവിടെ ഇല്ല, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട് എക്സ് ഇല്ല. എക്സ് എവിടെയൊക്കെ ഉണ്ട് അങ്ങനെയല്ല നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് പറയുക. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എക്സ് പ്ലസ് എച്ച് വെച്ച് റീപ്ലേസ് ചെയ്യണം. പക്ഷേ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുമ്പോൾ അവിടെ എവിടെയും എക്സ് ഇല്ല. അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും. ഏത് വാല്യൂ എടുത്താലും വൈ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് സി തന്നെയായിരിക്കും. സി മൈനസ് എഫ് ഓഫ് എക്സും സി ആണ് ഡിവൈഡഡ് ബൈ എച്ച്. സോ ഇറ്റ് ഈസ് ലിമിറ്റ് h tends to 0, 0 by h which is 0. ഓക്കെ. സോ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഒരു 2 മാർക്സിനൊക്കെ ചോദിക്കാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ. നൗ ദ നെക്സ്റ്റ് ഇസ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. വാട്ട് ഈസ് ഇഫ് യുവർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 19, വാട്ട് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഓർ ഡി വൈ ബൈ ഡി എക്സ്? ഇറ്റ് ഈസ് 0 അല്ലേ? ഇഫ് യുവർ എഫ് ഓഫ് എക്സ് ഇസ് എന്താണ് മൈനസ് പൈ സ്ക്വയർ. മൈനസ് പൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൈ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് അല്ലേ? 3.14 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പറാണ്. സോ അവിടെയും എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ ഏത് നമ്പർ ആയിക്കോട്ടെ, ഇ ആയിക്കോട്ടെ, ലോഗ് ഇ ആയിക്കോട്ടെ, വട്ട് എവർ, ഇഫ് അവിടെ എക്സ് എന്ന് പറയുന്നൊരു വാല്യൂ ഇല്ല, സോറി, എക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് എന്തായിരിക്കും? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ. നൗ ലെറ്റ് സി വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് അല്ലേ? ഫോർമുലയായിട്ട് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നല്ലേ? ദാറ്റ് ഈസ് ഓൾസോ വെരി ഈസി ടു പ്രൂവ്. നമുക്ക് ലിമിറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് എടുത്ത് നോക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ്, അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഹിയർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. Now that is equal to limit h tends to 0. എഫ് എക്സ് കാണുമ്പോൾ എക്സ് ഉള്ളിടത്ത് നമ്മൾ എക്സ് പ്ലസ് എച്ച് വെച്ച് റീപ്ലേസ് ചെയ്യുക അല്ലേ? സോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് എന്ത് കിട്ടും? എക്സ് പ്ലസ് എച്ച് തന്നെ കിട്ടും. ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. സോ എക്സും ക്യാൻസൽ ആവും. സോ എച്ച് ബൈ എച്ച് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? എച്ച്. അപ്പോൾ സോ ഇറ്റ് ഇസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 എന്ന് കിട്ടും, ഓർ എച്ച് ബൈ എച്ച് എന്ന് കിട്ടും, വിച്ച് ഇസ് 1. സോ ഇറ്റ് ഇസ് ദ ആൻസർ ഇസ് 1. അപ്പോൾ അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി അടുത്ത നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇതിൻ്റെ കുറച്ചുകൂടി ഒരു ഹയർ വേർഷനാണ്. നമ്മളതിനെ പവർ റൂൾ എന്നാണ് വിളിക്കുക. പവർ റൂൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡെറിവേറ്റീവ് ദാറ്റ് ഇസ് ഇഫ് യുവർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ, ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 അല്ലേ? ഇത് നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഹിയർ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്? ദ ഡെഫിനിഷൻ ഇസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുമ്പം ഇറ്റ് ഇസ് എക്സ് ഉള്ളിടത്തൊക്കെ എച്ച് വെച്ച് റീപ്ലേസ് ചെയ്യുക. അത് ഓ ഹോൾ പവർ എൻ മൈനസ് എക്സ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും അല്ലേ? പക്ഷേ നമുക്ക് ഇതിനിപ്പോൾ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഇതിനെ നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു പിന്നെ ബൈനോമിയൽ എക്സ്പാൻഷൻ. ദാറ്റ് ഈസ് എ റേസ് ടു എൻ മൈനസ് ബി റേസ് ടു എൻ, അല്ലെങ്കിൽ യു ജസ്റ്റ് കാൽക്കുലേറ്റ് ദിസ് എ മൈനസ് ബി ഇൻറ്റു എ റേസ് ടു n minus 1 plus
അതായത് എയുടെ പവർ n-1 തുടങ്ങാം, എന്നിട്ട് അത് കുറച്ച് വരിക, ബീൻ്റെ പവർ കൂട്ടി വരിക. അപ്പോൾ a⁻n-2 ആകും, ബീൻ്റെ പവർ 1 കൂടും. അടുത്ത ടേമിൽ a⁻n3 ആകും, ബീൻ്റെ പവർ കൂടും. അങ്ങനെ കൂടി അവസാനം ഇവിടെ വരും a ആകും, b⁻n-2 ആകും, പ്ലസ് ലാസ്റ്റ് b⁻n-1 ആകും. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ആദ്യം a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ എന്ത് വരും a⁻n പ്ലസ് അടുത്ത ടേമിന് a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം a⁻n-1 ഇൻറ്റു b പ്ലസ് എക്സെട്ര പ്ലസ് a² b⁻n-2. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആണെന്ന് കാണിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ് കേട്ടോ. മൈനസ് ഇനി b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം മൈനസ് b a⁻n-1 എല്ലാം മൈനസ് വരും. മൈനസ് b കൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം a⁻n-2 ഇൻറ്റു b² മൈനസ് എക്സെട്ര മൈനസ് ലാസ്റ്റത്തെ ടേം ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം, അതായത് ഈ മൈനസ് b കൊണ്ട് നമ്മൾ ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം മൈനസ് ബിയുടെ പവർ കൂടും അല്ലേ, n-1 മൈനസ് b⁻n എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതും ക്യാൻസലാവും. പിന്നെ അതേപോലെ ab⁻n-1 പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട്. അങ്ങനെ ടേംസ് ഇടയിലുള്ള ടേംസൊക്കെ ക്യാൻസലായിട്ട് അവസാനം നമുക്ക് a⁻n b⁻n എന്നേ വരുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ മാത്രം നിങ്ങൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതായത് ഇത് a⁻n b⁻n നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെ a⁻b ഇൻറ്റു ദിസ് വൺ a⁻b ഇൻറ്റു a⁻n. അങ്ങനെ എയുടെ പവർ a⁻n-1 എന്ന് തുടങ്ങുക, എന്നിട്ട് എയുടെ പവർ കുറച്ച് വരിക, ബിയുടെ പവർ കൂട്ടിക്കൂട്ട് വരിക. സോ ലാസ്റ്റ് b⁻n മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും. ഇത് ബൈനോമിയൽ എക്സ്പാൻഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ട് നമ്മുടെ മനസ്സിലുണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ ലിമിറ്റ് h→0. അപ്പോൾ ഇതാണ് നമ്മുടെ എ. ഓക്കെ, ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ ബി. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും ഒരു a⁻n b⁻n ഫോമിലാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് എ, ഇതാണ് ബി. ഓക്കെ, അപ്പോൾ നമ്മളിതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സോ ഇറ്റ് വിൽ ബി a-b ഇൻറ്റു, അപ്പോൾ എ എന്ന് പറയുന്നത് x പ്ലസ് എച്ച് ആണ്, മൈനസ് ബി എന്ന് പറയുന്നത് x ആണ്, ഇൻറ്റു ബാക്കി ഇതേപോലെ കൊടുക്കുക. എയുടെ സ്ഥാനത്തൊക്കെ x-a കൊടുക്കുക, x പ്ലസ് എച്ച് കൊടുക്കുക. x പ്ലസ് എച്ച് റേസ് ടു n-1 പ്ലസ് x പ്ലസ് എച്ച് റേസ് ടു n-2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്തൊക്കെ b കൊടുക്കുക, പ്ലസ് x പ്ലസ് എച്ച് റേസ് ടു n-3 ഇൻറ്റു x² പ്ലസ് എക്സെട്ര പ്ലസ് അവസാനം എന്ത് വരും x പ്ലസ് എച്ച് a ഇൻറ്റു x റേസ് ടു n-2. ഇത് ഞാൻ തൽക്കാലം വായിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ നോട്ട്സ് തരുമ്പോൾ അതിലുണ്ടാവും കേട്ടോ ഈ ഒരു ഡെഫിനിഷൻ, ഈ ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ. അവസാനത്തെ ടേം എന്ത് വരും പ്ലസ് b റേസ് ടു, അതായത് x റേസ് ടു n-1. ഇതായിരുന്നു എക്സ്പ്രഷൻ അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇതെന്ത് വരും ഫസ്റ്റ് ടേം, ഈ ഒരു ടേം ഈ ഒരു ടേം നോക്കിക്കഴിഞ്ഞാൽ x പ്ലസ് എച്ച് മൈനസ് എക്സ് അല്ലേ. അപ്പോൾ എന്ത് പറ്റും, ക്യാൻസലായി പോവും, എക്സും ക്യാൻസലായി പോകും, അപ്പോൾ എച്ച് മാത്രം ബാക്കിയാവും. സോ ലിമിറ്റ് h→0 h ഇൻറ്റു ബാക്കി ഇതേ ടേംസ് അതുപോലെ വരും ഇവിടെ. ഓക്കെ, അപ്പം ഞാൻ വേണമെങ്കിൽ അത് ഇവിടെ തന്നെ എഴുതാം. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ എച്ച് മാത്രം വരും, ബാക്കി ടേംസ് ഇവിടെ വരും. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഓൾ ഡിവൈഡഡ് ബൈ എച്ച് ഉണ്ടല്ലോ അല്ലേ, ഓൾ ഡിവൈഡഡ് ബൈ എച്ച് ഉണ്ട്. അപ്പോൾ എച്ച് ഇൻറ്റു ഈ ഒരു ഹോൾ എക്സ്പ്രഷൻ ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ഈ എച്ചും ക്യാൻസലായി പോകും. അപ്പോൾ ബാക്കിയുള്ളത് എന്തുണ്ടാവും, ലിമിറ്റ് h→0 ഈ ഒരൊറ്റ എക്സ്പ്രഷൻ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ ഇനി നമുക്ക് അതിൽ എച്ചിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഇവിടെ എച്ചിന് 0 കൊടുത്താൽ എന്ത് കിട്ടും, x റേസ് ടു n-1 ആകും, പ്ലസ് അടുത്തതിൽ എച്ചിന് 0 കൊടുത്താൽ എന്ത് കിട്ടും, x റേസ് ടു n-2 ഇൻറ്റു എക്സ് കിട്ടും. അടുത്തതിൽ കൊടുത്താലോ x റേസ് ടു n-3 ഇൻറ്റു x² പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റത്തേൽ കൊടുത്താൽ x ഇൻറ്റു x റേസ് ടു n-2 പ്ലസ് x റേസ് ടു n-1. ഇനി നമുക്കതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ x റേസ് ടു n-1 പ്ലസ് ഇതിൻ്റെ വാല്യൂ എന്താ, a റേസ് ടു m ഇൻറ്റു a റേസ് ടു n ഇസ് a റേസ് ടു m പ്ലസ് n എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ x റേസ് ടു n-2 ഇൻറ്റു x റേസ് ടു 1, അപ്പം x റേസ് ടു n-2 പ്ലസ് 1, അത് x റേസ് ടു n-1 തന്നെയാണ്, ശരിയല്ലേ. x റേസ് ടു
എൻ മൈനസ് വൺ തന്നെയാണ്. അപ്പോൾ ആ വാല്യൂ പവർ നമ്മൾ എക്സ്പൊണൻസ് പഠിച്ചിട്ടില്ലേ, അപ്പോൾ അതിൽ ഉള്ള വാല്യൂസാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു, അപ്പോൾ അതും എക്സ് റേസ് ടു എൻ മൈനസ് വൺ തന്നെയാണ്. ഇതും അങ്ങനെ തന്നെ പവർ റൂൾ അപ്ലൈ ചെയ്യുമ്പം എ റേസ് ടു എം പ്ലസ് എൻ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എക്സ് റേസ് ടു എൻ മൈനസ് വൺ തന്നെയാണ് വരിക. അങ്ങനെ എക്സെട്ര എക്സ് റേസ് ടു എൻ മൈനസ് വൺ. അങ്ങനെ എത്ര ടേംസ് ഉണ്ട്? അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ബൈനോമിയൽ എക്സ്പാൻഷനിൽ അങ്ങനെ എൻ ടേംസ് ആണ് വരിക. അപ്പോൾ ഇത് മൊത്തം എൻ ഉണ്ട്. അപ്പം ഒരേ സാധനം നമ്മൾ എൻ ടൈംസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ എ പ്ലസ് എക്സെട്ര അങ്ങനെ എ ടൈംസ് അങ്ങനെ മൊത്തം നമ്മൾ എൻ ടൈംസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇസ് എൻ ടൈംസ് എ. ശരിയാണല്ലോ? സോ അതേപോലെ ഇറ്റ് ഈസ് എൻ ടൈംസ് എക്സ് റേസ് ടു എൻ മൈനസ് വൺ. അപ്പോൾ ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ് റൂളിൻ്റെ പ്രൂഫായിട്ട് വരിക. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ആ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ എഴുതി, എന്നിട്ട് നമ്മളവിടെ ബൈനോമിയൽ എക്സ്പാൻഷൻ ഒന്ന് യൂസ് ചെയ്തു, എന്നിട്ട് എക്സ് പ്ലസ് എച്ച് ഓൾ റേസ് ടു എൻ മൈനസ് എക്സ് റേസ് ടു എന്നിനെ നമ്മൾ ആ ബൈനോമിയൽ എക്സ്പാൻഷനിൽ എയും ബിയും ആയിട്ട് ചൂസ് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ ആദ്യത്തത് മുകളിൽ എച്ച് വരും, എച്ച് ബൈ എച്ച് ക്യാൻസൽ ആയി പോകും, ബാക്കിയുള്ളിടത്തേക്ക് നമ്മൾ 0 കൊടുക്കുമ്പോൾ എക്സ് റേസ് ടു എൻ മൈനസ് വൺ എന്ന് പറയുന്ന എൻ ടൈംസ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് എൻ റേസ് ടു എക്സ് മൈനസ് വൺ. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇഫ് യുവർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 10 then f dash of x is equal to your expansion വെച്ചിട്ട് 10x raised to 10 minus 1 that is 10x raised to 9 അല്ലേ? എനിക്ക് തോന്നുന്നു എല്ലാവരും ഇത് ഫെമിലിയർ ആയിരിക്കും. ആൻഡ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഏത് റിയൽ നമ്പറിനും നമുക്കിത് ട്രൂ ആണ് കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/x³ ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു -3 എന്ന് എഴുതാം. അപ്പം എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? -3 ടൈംസ് എക്സ് റേസ് ടു -3 - 1 ദാറ്റ് ഈസ് -3 ടൈംസ് എക്സ് റേസ് ടു -4 അല്ലെങ്കിൽ അതിന് -3/x റേസ് ടു 4 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ അത് ഏതിനും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് √x ആണെന്ന് വിചാരിച്ചോ, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 1/2. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സിന് നമുക്ക് ഈ ഡെഫിനിഷൻ n ഇൻറ്റു എക്സ് റേസ് ടു n - 1. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് ഹാഫ് ആണ്. സോ 1/2 ഇൻറ്റു എക്സ് റേസ് ടു ഹാഫ് എന്ന് -1 മൈനസ് ചെയ്താൽ യു വിൽ ഗെറ്റ് -½ അതായത് 1/2 ഇൻറ്റു 1/x റേസ് ടു 1/2 ദാറ്റ് ഈസ് 1/2 √x. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു √xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു പവറിനും നമുക്കിത്, ഇപ്പോൾ n ഇൻറ്റീജർ ആവണം നിർബന്ധമില്ല, ഏത് ഫ്രാക്ഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ജനറൽ റൂള് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരെണ്ണമാണ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ. അതായത് സിമ്പിളാണ് ഇതൊക്കെ, നമ്മൾ ഓൾറെഡി അവെയർ ആണ് ഇതൊക്കെ. കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് സി ടൈംസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? സി ടൈംസ് എഫ് ഡാഷ് ഓഫ് എക്സ്. അതാണ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ. അപ്പോൾ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ സിമ്പിളാണ്. സപ്പോസ് നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആയിട്ട് ഈ ഉള്ളിലത്തെ സാധനത്തിന് എടുക്കാം. സി ടൈംസ് എഫ് ഓഫ് എക്സിന് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കാണേണ്ടത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്, ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. അപ്പോൾ ക്യാപിറ്റൽ ആയതുകൊണ്ട് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സി ഇൻറ്റു, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു സ്മോൾ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എവിടെയൊക്കെ എക്സ് വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ എക്സ് പ്ലസ് എച്ച് വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ സി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് സി ഇൻറ്റു എഫ് ഓഫ് എക്സ്. അത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഡെഫിനിഷൻ. സോ നൗ ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇനി സി രണ്ടിലും കോമൺ ആണ് അല്ലേ, രണ്ട് ടേംസിൽ കോമൺ. അപ്പോൾ സീനെ ഞാൻ പുറത്തെടുത്തു. ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് സ്മോൾ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ്. ഇനി നമുക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലിമിറ്റ് എന്ന് പറയുന്ന എച്ചിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ടേമിൽ എച്ച് ഉണ്ട്, ഈ ടേമിൽ എച്ച് ഉണ്ട്, ഈ ടേമിൽ എച്ച് ഉണ്ട്. പക്ഷേ സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയതിന് ഇതിൽ എച്ചില്ല. അപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സീനെ പുറത്തേക്ക് എടുക്കാം, ലിമിറ്റിൻ്റെ പുറത്തേക്ക് എടുക്കാം. സോ സി ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു, പക്ഷേ ഇതെന്താണ്? ദിസ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്മോൾ എഫ് ഓഫ് എക്സ്. സോ ഡെറിവേറ്റീവ് ഓഫ് സി ടൈംസ് എഫ് ഓഫ് എക്സ്, അതായിരുന്നു നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സി ടൈംസ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂള് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഹിയർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x⁵. നമ്മൾ എന്താ ചെയ്യുക, എഫ് ഡാഷ് ഓഫ് എക്സ് കാണാൻ വേണ്ടിയിട്ട് ഈ 3നെ നമ്മൾ ആദ്യം പുറത്തെഴുതും. എന്നിട്ട് x⁵ ഡെറിവേറ്റീവ് 5x⁵ - 1, ദാറ്റ് ഈസ് 3 × 5x⁴. എന്നിട്ട് അവസാനം നമ്മളതിനെ മൾട്ടിപ്ലൈ 15x⁴ എന്നാക്കും. അപ്പോൾ ഇതാണ് നമ്മളെ കോൺസ്റ്റൻറ്റിനെ നമുക്ക് എപ്പോഴും പുറത്തേക്ക് എടുത്തിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നൗ അതിൻ്റെ 2-3 എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നോട്ട്സ് തരുമ്പോൾ യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് സം റൂൾ. സം റൂള് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിൻ്റെ പ്രൂഫ് മാത്രമേ ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. എന്താ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് സെപ്പറേറ്റ് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം അല്ലേ. ഇങ്ങനെ ചെയ്യാം. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പോൾ പ്രൂഫിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ എടുത്ത പോലെ ഇതിനെ നമുക്കിനി ക്യാപിറ്റൽ എഫ് ആയിട്ട് എടുക്കാം. ഇതിനെ നമ്മൾ ക്യാപിറ്റൽ എഫ് ആയിട്ട് എടുക്കുന്നു. സോ ലെറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് പ്ലസ് സ്മോൾ ജി ഓഫ് എക്സ്. അങ്ങനെ ആകുമ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഡെഫിനിഷൻ ലിമിറ്റ് h ടെൻസ് ടു 0 ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ എഫ്. അപ്പോൾ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എക്സ് പ്ലസ് എച്ച് വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച്. അപ്പോൾ അതാണ് നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ്. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഇടണം, കാരണം 2 പേരുടെ സമ്മായിട്ട് വരുന്നത് കൊണ്ട് ബ്രാക്കറ്റ് കോമൺ ആയിട്ട് ഇടണം. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യല്ല, ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. എക്സ് പ്ലസ് എച്ച് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് വരും അല്ലേ, ബിക്കോസ് മൈനസ് ഓഫ് പ്ലസ് ഇസ് മൈനസ് ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാണ്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എഴുതിയിട്ട് ഈ മൈനസ് എഫ് ഓഫ് എക്സ് ആദ്യം എഴുതി. ഓക്കെ, പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ജി ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇനി നമ്മളൊന്നുകൂടെ അതിനെ ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ ആദ്യം നമുക്ക് ഈ കോഷ്യൻറ്റിനെ ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ യു വിൽ ഗെറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ജി ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇങ്ങനെ കിട്ടും. നൗ അതിനെ നമുക്ക് ഒന്നുകൂടെ ലിമിറ്റ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് പ്ലസ് ലിമിറ്റ് h ടെൻസ് ടു 0. അത് ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്, നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമെന്നുള്ളത്. ജി ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ജി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് എഴുതാം. നൗ ഫസ്റ്റ് വൺ ഇസ് ആക്ച്വലി ഡെഫിനിഷൻ ഓഫ് എഫ് ഡാഷ് എഫ് ഓഫ് എക്സ് derivative of f of x, and the second one is the definition of the derivative of g of x. So you will get the result. Okay, അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് തന്നെയാണ് പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ചെയ്തതിൻ്റെയൊക്കെ അവിടെ നമുക്ക് മൈനസ് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഏതാണ് നമ്മുടെ അടുത്തത് കിട്ടും. ഇപ്പം ഇതിൻ്റെ അവിടെ ഞാൻ ഇതിന് പകരം മൈനസ് ഇട്ട് കൊടുത്താൽ റിസൾട്ടും എല്ലാം എന്താവും നെഗറ്റീവ്. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഈ റിസൾട്ട് കിട്ടും. അപ്പോൾ അതിന് എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സിന് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആക്കുക. ഇനി ഇതേപോലെ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ എവിടെയാണ് മൈനസ് വരിക? മൈനസ് വരിക എന്ന് പറയുമ്പം ഇവിടെ അല്ലേ, ഇവിടെ മാറും, ഇവിടെയും മാറും. അപ്പം എഫ് ഓഫ് എക്സ്, കാരണം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ഇവിടെ മൈനസ് ആകും. അപ്പോൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതേ പ്രൂഫ് തന്നെ കേട്ടോ, സെയിം പ്രൂഫ് തന്നെ, ആ പ്ലസിൻ്റെ അവിടെ മൈനസ് ആക്കി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അങ്ങനെ കിട്ടും അല്ലേ. അപ്പോൾ ഇനി എഫ് ഓഫ് എക്സ്, അപ്പോൾ ഇവിടെയും ഇതാ മൈനസ് ആക്കുന്നു. ഇവിടെ അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മൈനസ്, ഇവിടെ മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് തന്നെ കിട്ടും. പക്ഷേ മൈനസ് ഇൻറ്റു മൈനസ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇതെന്തായി കിട്ടും? പ്ലസ് ആയിട്ട് കിട്ടും. ഓക്കെ,
ഇനി നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൈനസാണ്. ഓക്കെ, ഇനി അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ ഇപ്പോൾ ആക്ച്വലി തിരിച്ചാണ് കിട്ടുക. ഇവിടെ നമുക്ക് കിട്ടുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. ഇതിന് നമ്മൾ എടുത്തെഴുതുന്ന സമയത്ത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് എന്നാണ് കിട്ടുക. അതാണ് അവിടെ ആകെയുള്ളൊരു വ്യത്യാസം. ഓക്കെ, ഇവിടെ പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ്സും മൈനസും ആണ്. അപ്പോൾ അതിന് എനിക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പം ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്യും. അതായത് എഫ് ഓഫ് ഇതിന് പ്രശ്നമില്ല, ഈ ടേം അതുപോലെ തന്നെ വരും, ആ ടേം അതുപോലെ തന്നെ വരും. അടുത്ത ടേമിൽ പക്ഷേ ഈ പ്ലസ്സിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മൈനസ് പുറത്തെടുക്കും. മൈനസ് പുറത്തെടുക്കുന്ന സമയത്ത് മൈനസ് ഓഫ് ഇങ്ങനെ വരും. അപ്പോൾ എന്ത് വരും? മൈനസ്, അതായത് എ മൈനസ് ബീനെ എനിക്ക് മൈനസ് ഓഫ് ബി മൈനസ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതേപോലെ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് പ്ലസ് എച്ചിനെ മൈനസ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ജി ഓഫ് എക്സ് എന്ന് മാറ്റി എഴുതും. അപ്പോൾ ആ ഒരു മൈനസ് ഇവിടെ വരും, ആ മൈനസ് ഇവിടെ വരും, താഴെയും വരും. അപ്പോൾ നമുക്ക് റിസൾട്ട് വരുന്ന സമയത്തും ആ ഒരു മൈനസ് ഇവിടെ ഹോൾഡ് ചെയ്യും. അപ്പോൾ ഫസ്റ്റത്തത് എന്താണ്? ഇത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്, മൈനസ് ഈ മൈനസ് ഇൻറ്റു ദിസ്. ഓക്കെ, സിമ്പിളാണത്. നിങ്ങൾ ട്രൈ ചെയ്യുക. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഓഫ്ലൈൻ ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഓക്കെ, ജസ്റ്റ് ആ ഒരു അവിടുത്തെ വ്യത്യാസം മാത്രമേ ഈ ഒരു റിസൾട്ടിലുള്ളൂ. ആൻഡ് അപ്പോൾ നമ്മൾ മൈനസിൻ്റെ ഇത് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് അത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ, അല്ല ലെങ്ത്ത് ഭയങ്കര കൂടിപ്പോകും.